പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒടുവിൽ സത്യങ്ങളെല്ലാം നവ്യ തിരിച്ചറിയുകയാണ് കേട്ടോ. നയന വീട്ടിൽ ഒരു ദിവസം നിന്നതിന് ശേഷമാണ് അച്ഛനും അമ്മയ്ക്കും അഭിയേട്ടനോടുള്ള പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായിരിക്കുന്നത്. നയന എന്തായിരിക്കും അവരോട് പറഞ്ഞിരിക്കുന്നത്? പലതവണ അവളും അമ്മായിയും സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലാത്തതിനാൽ ഞങ്ങൾക്ക് കുറ്റബോധമില്ല എന്ന രീതിയിൽ സംസാരിച്ചിട്ടുമുണ്ട്. എന്നാൽ ചന്തമോൾ തൻ്റെ മകളാണെന്ന് ആദർശേട്ടൻ സമ്മതിക്കുകയും ചെയ്തു. ആരുടെ കുഞ്ഞാണെന്ന സംശയം ആദ്യമേ ഉണ്ടായിട്ടും മുത്തശ്ശൻ പോലും DNA ടെസ്റ്റിന് മുതിരാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ പലവിധ ചിന്തകൾ നവ്യയുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഇവരെല്ലാവരും എന്തെങ്കിലും മൂടി വയ്ക്കുന്നുണ്ടോ? ചന്തമോൾ ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്നറിഞ്ഞ് ആദർശേട്ടനെ വെറുത്ത അമ്മായി പോലും പിന്നീട് ആദർശേട്ടനോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. അഭിയോട് അച്ഛനും അമ്മയ്ക്കും ഉള്ള മാറ്റം ഇനി അഭിയുടെ കുഞ്ഞായിരിക്കുമോ ചന്തമോൾ? നവ്യയ്ക്ക് ഇതെല്ലാം കൂടി ഓർത്തിട്ടാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ. വൈകുന്നേരം അഭി നവ്യയെയും കൊച്ചിനെയും വിളിക്കാനായിട്ട് വന്നപ്പോഴും കാര്യമായിട്ടുള്ള സൽക്കാരമൊന്നും അച്ഛൻ്റെ അമ്മയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായില്ല കേട്ടോ. അല്ല അഭിയേട്ട, അച്ഛനും അമ്മയുടെയും പെരുമാറ്റത്തിൽ എന്തെങ്കിലും തോന്നിയോ? അപ്പോൾ അഭി പറയും, കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോൾ കാണിച്ച സ്നേഹം ഇന്ന് ഞാൻ കണ്ടില്ല. എനിക്കും ഇവരുടെ പെരുമാറ്റം കണ്ട് എന്തോ പന്തികേട് തോന്നുന്നുണ്ട് എന്ന് അഭി പറയുകയാണ് കേട്ടോ. അല്ല, നയന എന്തായിരിക്കും ഇവരോട് പറഞ്ഞിട്ടുണ്ടാവുക? കാരണം നയന ഇന്നലെ ഇവിടെ നിന്നതിന് ശേഷമാണ് ഇവർക്ക് ഈ മാറ്റമുണ്ടായിട്ടുള്ളത്. ചന്തമോൾ എൻ്റെ കുട്ടിയാണെന്നെങ്ങാനും നയന പറഞ്ഞിട്ടുണ്ടാകും എന്ന് അഭി പെട്ടെന്ന് പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് നയന നെട്ടിയിട്ട് അഭിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്ത്, അഭിയേട്ടൻ്റെ കുഞ്ഞാണെന്നോ? അതെന്തിനാ അങ്ങനെ പറയുന്നത്? ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് ആദർശേട്ടനും നയനയും സമ്മതിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ? അഭി ആകെ പെട്ടുപോവുകയാണ് കേട്ടോ. ഏത് നിമിഷമാണോ ഇങ്ങനെ പറയാൻ തോന്നിയത്? ഇവളാണെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി, അതിൽ തൂങ്ങിപ്പിടിച്ച് കയറിക്കോളും. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പെട്ടെന്ന് അവരുടെ പെരുമാറ്റത്തിൽ ചേഞ്ച് വന്നതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ വല്ലതുമാണെങ്കിൽ നയനെ പോലെയല്ല ഞാൻ. നിങ്ങളെ ഞാൻ എപ്പോൾ കൊന്നെന്ന് ചോദിച്ചാൽ മതി എന്ന് നവ്യ പറയുകയാണ് കേട്ടോ. അല്ല, അതിന് നമുക്കൊരു DNA ടെസ്റ്റ് നടത്തിയാൽ ആരുടെ കുഞ്ഞാണെന്ന് അറിയാലോ. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. നിനക്കെന്ത് ഭ്രാന്താണ്? എന്തിനാ അയാളാണ് ആ കുഞ്ഞ് അയാളുടെയാണെന്ന് സമ്മതിച്ചത്? പിന്നെന്തിനാ DNA ടെസ്റ്റ് എന്ന് നവ്യയോട് അഭി ചോദിക്കുകയാണ് കേട്ടോ. അല്ല, എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണെന്ന് ആർക്കും സംശയമുണ്ടാവാൻ പാടില്ല. അത് നമ്മൾ തീർത്തു കൊടുക്കണം. അഭിയുടെ മുഖമാകെ വിളറി വിയർക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നവ്യയ്ക്ക് അഭിയെ സംശയം വരികയാണ്. അങ്ങനെ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് നവ്യ തീരുമാനിക്കുകയാണ്. അല്ല അഭിയേട്ടാ, ഇനി ചന്തുമോളുടെ അമ്മ സംസാരിക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ ആരുടെ കുഞ്ഞാണെന്ന് മനസ്സിലാവില്ലേ? അവരെങ്ങാനും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ നയനയുടെ ജീവിതമാണ് തകരുന്നത്. ഇവൾ എന്ത് കണ്ടിട്ടാണാവോ ആദർശേട്ടൻ്റെ പിന്നിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അഭിയുടെ മുഖം മാറുന്നത് നവ്യ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നവ്യ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ അഭി ഫോൺ ചെയ്യുന്നത് കാണുകയാണ് കേട്ടോ. അവൾ വേഗം താഴോട്ട് ഇറങ്ങിച്ചെന്ന് ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അഭി ആരോട് ഫോൺ ചെയ്ത് പറയുകയാണ്, അതെ, ഇവിടെ ആകെ പ്രശ്നമാണ്. ഇവിടെ എല്ലാവർക്കും എന്നെ ചെറിയ സംശയമുണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ എന്തായി കാര്യങ്ങൾ? ഇവിടെ പ്രോബ്ലം ഒന്നുമില്ല. ആ പെണ്ണ് ചത്തതുപോലെ തന്നെയാണ് സർ കിടക്കുന്നത്. എന്തായാലും നവ്യ പറഞ്ഞതുപോലെ അവൾ സംസാരിച്ചാൽ ഞാൻ പെടും. പിന്നെ അറിയാലോ, എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കും. ചിലപ്പോൾ ആ നവ്യ അവൾ എന്നെ തല്ലിക്കൊല്ലും. എനിക്ക് അവളോട് സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല, എനിക്കിത് മറച്ചു വയ്ക്കാൻ അവളെ സ്നേഹിക്കണമായിരുന്നു. അതാ. എന്തായാലും നമുക്കിനി ഒരു പരീക്ഷണത്തിൽ തൽക്കാലം നിൽക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് അവളെ ആ അനഘയെ തട്ടിയേക്ക്. കുറച്ച് കഴിഞ്ഞ് ചന്തമോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതെല്ലാം ഒളിച്ചിരുന്ന് കേൾക്കുകയാണ് കേട്ടോ നവ്യ. അവൾ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ സ്നേഹം നടിച്ച് ഇവൻ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? നയന എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബം തകരാതിരിക്കുവാൻ വേണ്ടിയാണല്ലേ ഈ കുറ്റമേറ്റെടുത്ത്? പാവം ആദർശേട്ടൻ. ഇല്ല, ഇത് കണ്ടുപിടിച്ച് തെളിവ് സഹിതം ഇവനെ പിടിക്കണം എന്ന് നവ്യ വിചാരിക്കുകയാണ് കേട്ടോ. അന്നേ അവളെ അങ്ങ് കൊല്ലേണ്ടതായിരുന്നു. തെറ്റുപറ്റിപ്പോയി. അപ്പോൾ മറുപുറത്ത് നിന്ന് ചോദിക്കുകയാണ്, സർ, പക്ഷേ അവിടെ അവളെ നോക്കുന്ന വേലക്കാരിയില്ലേ? അപ്പോൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യണമെന്ന് ഇനി ഞാൻ പറഞ്ഞു തരണോ? അവരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റണം. ഇല്ലെങ്കിൽ അവരെ അങ്ങ് കൊന്നേക്കണം. ഇനി ഒരു തെളിവും ബാക്കി വെച്ചേക്കരുത് എന്ന് പറയുകയാണ് കേട്ടോ. എടാ ദ്രോഹി, നീ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നു എന്ന് നവ്യ പറയുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.